കുറേ കാര്യങ്ങൾ, ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് നമ്മളെ മേലെ ഇട്ട് വരുന്നുണ്ട്. ശൈഖുമാർക്ക് പൗരോഹിത്യം കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നു, മുരീദുമാരെ അവരടിമകളാക്കുകയാണ്. കറവപ്പശു അത്രയും മുരീദുമാർ, കറവപ്പശു. ഷെയ്ഖ് മുരീദ്, ഷെയ്ഖിന് പല പ്രമാണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് വാറോല നിലത്ത് വീടൽ, സ്വപ്നം കാണൽ. ഇതൊക്കെ അവരുടെ പ്രമാണങ്ങളാണ്. മുരീദന്മാർക്ക് പലതും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ വരുമ്പോൾ പറയും, ഷെയ്ഖിനെ എതിർക്കാൻ പാടില്ല, ഷെയ്ഖിനെ എതിർക്കാൻ പാടില്ല, മയ്യത്ത് പോലെ കിടന്നോളണം എന്ന് കിതാബ് ഓതിയിട്ട് മൂപ്പര് ഇങ്ങനെ പറയുന്നു. കറവപ്പശുവാണ്. ആറോലാണ് പ്രമാണങ്ങൾ. ഞങ്ങളുടെ പ്രമാണങ്ങളെ നിങ്ങൾ പറയുന്നതല്ല. നിങ്ങൾ പറയുന്ന അമ്പ് അസ്ത്രം എവിടേക്കാ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ച് അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തന്നെ മടങ്ങാം. അത് ഹദീസിന്റെ ഒരു തെളിവ്. ഞങ്ങളുടെ പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആൻ, ഹദീസ്, തിരുസുന്നത്ത്, പിന്നെ സ്ഥിരപ്പെട്ടതായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇജ്മാ, പിന്നെ ഖിയാസ്. പക്ഷെ പ്രമാണങ്ങളായിട്ട് ഞങ്ങൾ എന്തിന്റെ ഇൽഹാമിന് എണ്ണുന്നില്ല. പ്രമാണങ്ങളായിട്ട് 4 എണ്ണത്തിനാണ് ഞങ്ങൾ എണ്ണാറുള്ളൂ. ഞങ്ങളുടെ ശൈഖുമാർ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഇതിന് നിഷേധിക്കുന്നവരല്ല ഞങ്ങൾ. ഇത് പറയേണ്ടത് ഇടയ്ക്കൊരു വാറോല വീണ ആകാശത്തിന്. ഞങ്ങൾക്കിത് വിശ്വസിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. കാരണം ഞങ്ങൾ ഔലിയാക്കളുടെ കറാമത്തിൽ വിശ്വസിക്കുന്നവരാണ്. അമ്പിയാക്കൾക്ക് ഇത് ശരിക്കും മനസ്സിലാക്കി. അതായത് അമ്പിയാക്കൾക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകും. അസാധാരണമായി അമ്പിയാക്കൾക്ക് പ്രവാചകത്വത്തിന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രമാണമായിട്ടുണ്ട്. അല്ലാഹു തആല എന്ത് ചെയ്യും? മുഅ്ജിസത്ത് നൽകും. സാധാരണ സംഭവം. അപ്രകാരം ഔലിയാക്കൾക്ക് കറാമത്ത് നൽകും. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നമ്മളെ പേർവാട് സാഹിബ്, അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു നമ്മൾ അതിനെതിരാണ് എന്ന് കറാമത്തിന്. ഒരു മാറിപ്പോയതാണ്, CD മാറി കിടക്കുന്നു. നേരത്തെ പറഞ്ഞ വകുപ്പിന്റെ ആൾക്കാരുടെ, നേരത്തെ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ CD മുമ്പിൽ മാറി കേട്ടിട്ട് നമ്മളത് തോന്നിയതാണ്. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. ഔലിയാക്കൾക്ക് കറാമത്ത് ഞങ്ങള് വിശ്വസിക്കുന്നു. അല്ലാഹു തആല ഔലിയാക്കൾക്ക് ചില കഴിവുകൾ അല്ലാഹു കൊടുക്കും. അവർക്ക് അങ്ങ് ദൂരെയുള്ളത് ഇവിടെ നിന്ന് കാണാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കും. അവർക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. മൈലുകളോളം ദൂരെയുള്ള സ്ഥലത്തേക്ക് നിമിഷ നേരം കൂടി എത്താൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലഘട്ടത്തിൽ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആര് അതിങ്ങോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്ന് പറഞ്ഞു. ഒരു ജിന്ന് പറഞ്ഞു, ഞാൻ എത്തിച്ചോളാം, ഇത്ര ടൈമിനുള്ളിൽ എത്തിക്കാം. പരിശുദ്ധ ഖുർആനാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഒരു മനുഷ്യൻ, ഒരു വ്യക്തി പറയും, സുലൈമാൻ നബി കണ്ണിന്റെ മീഴ, ഈ മീടിയുണ്ടല്ലോ, അതിങ്ങനെ വെട്ടി നീക്കുന്നതിന് മുന്നേ ഞാൻ എത്തിച്ചു കൊള്ളാം. ആണ് ആ യുവാവ് ആസിഫ് ബിൻ ബർഖിയ ആണ് അത് ആ യുവാവ് എന്ന് പ്രബലമായി എത്തിച്ചു എന്നാണ്. മൈൽ യമനിൽ നിന്ന് യൂസുഫ് നബി, സുലൈമാൻ നബി അലൈഹി സ്വലാം യമനിലാണ്. യമനിൽ നിന്നാണ് അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് എത്തിച്ചു. ഇത് കറാമത്താണ്. ഇത് ഖുർആൻ പറയാ കറാമത്താ. അങ്ങനെ കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നഹാബന്ദിലുള്ള സാരിയാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് അവിടെയുള്ള നഹാബന്ദിൽ നടക്കുന്ന ആ യുദ്ധം, ആ മലയുടെ ബേക്കിലൂടെ സൈന്യം വരുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം ഭരണാധികാരിയാണ്, അതുകൊണ്ട് അദ്ദേഹം ഒന്ന് നോക്കി, അദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞ വാക്ക് യാ സാരിയ അൽ ജബൽ, സാരിയ മലയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് സാരിയ റളിയല്ലാഹു അൻഹു വ്യക്തമായി കേട്ടു. അതിനനുസരിച്ച് യുദ്ധ നടപടികൾ ഉണ്ടായി, യുദ്ധം വിജയിച്ചു. നമ്മൾ പറയും കുറെ ചരിത്രങ്ങളുണ്ട്, കൂടുതൽ ഞാൻ പറയുന്നു. ഇത് നമുക്കുള്ള വിശ്വാസമാണ്. ഞങ്ങൾ കറാമത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ അതൊക്കെ വേദിയിലായിട്ട് പൊട്ടിഘോഷിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജനങ്ങളൊക്കെ ഇവരെ ഒരു പൊട്ടന്മാരായിട്ട് പഴഞ്ചന്മാരായിട്ട് അന്ധവിശ്വാസികളെ കാണാം. അന്ധവിശ്വാസമല്ല, നിങ്ങൾക്ക് വാറോട് ആകാശത്ത് വീഴുമ്പോൾ വിശ്വസിക്കാൻ മടിയുണ്ട്.
ഞങ്ങൾ അങ്ങനത്തവരല്ല. ആകാശത്ത് നിന്ന് പഴവർഗ്ഗങ്ങളും ജലവും വസ്ത്രങ്ങളും മഹതിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഇറങ്ങി എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വിശ്വസിച്ചവരാണ് ഞങ്ങള്. ആ ഞങ്ങൾക്ക് ഒരിക്കലും ഏതെങ്കിലും ഒരു വലിയന്റെ ആകാശത്തിൽ നിന്ന് കടലാസ് വന്നു എന്നും തുണ്ട് വന്നു എന്നും പറഞ്ഞതിൽ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല, ഒരു അപമാനവുമില്ല, ഒരു നിന്ദയുമില്ല, ഒരു വശവുമില്ല. പരസ്യമായിട്ട് കടലാസ് വീണേനാ പുരുഷൻ ഇവിടെ പഴങ്ങളിറങ്ങുന്ന ആകാശത്ത് നിന്ന്. മറിയാം ബീവി പ്രവാചകയാണോ? ആ വിശ്വാസം ഉള്ളവർക്ക് മറിയാം ബീവി പ്രവാചകമൊന്നല്ല, അള്ളാഹുവിന്റെ ഒരു അടിമ, വിശ്വസ്തയായ അടിമ. മറിയാം ബീവിയുടെ കഥ നബിമാരുടെ കഥ അല്ലേ പറയുന്നത്. അതിൽ പറഞ്ഞു വാറാറ് വീട് ഇങ്ങനത്തെ പല പരിപാടികളും ഇവർക്കുണ്ട്. ഇനി തെളിവായിരുന്നു. അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയാതെ ഞങ്ങൾ പറയുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതേ ഞങ്ങൾ പറയും. ഔലിയാക്കളുടെ കറാമത്ത് ഞങ്ങൾ സ്ഥിരപ്പെടുത്തും, അമ്പിയാക്കളുടെ മോചിതത്തിൽ സ്ഥിരപ്പെടുത്തും. പക്ഷെ അത്ഭുതങ്ങൾ, എല്ലാ അത്ഭുതങ്ങളൊന്നും ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യില്ല. അതൊരു ഇസ്ലാമിലേക്കുള്ള ഒരു എന്താ പറയാ, ഇസ്ലാമിലേക്ക് ഉള്ള കാര്യങ്ങൾ, ഇസ്ലാമിലേക്ക് നമ്മുടെ ഈമാനിനെ ദൃഢപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രമാണമായി ഞങ്ങൾ സ്വീകരിക്കുക. എന്താ കാരണം? ഇസ്തിദ്രാജ്, സത്യനിഷേധികൾക്ക് ചൂടിട്ട് കൊടുക്കും. അവരെങ്ങനെ നമ്മള് ഇര വെച്ചുകൊണ്ട് മീനിനെ പിടിക്കാനൊക്കെ ചില ആളുകൾ ചെയ്യില്ല, അതുപോലെ ചൂണ്ടിട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. കാഫിര്യങ്ങളുടെ അത്ഭുതങ്ങളിൽ സത്യവിശ്വാസികളിൽ തെക്കുവയുള്ള ആളുകളിലൂടെ വരുന്ന അത്ഭുതങ്ങൾ ഞങ്ങൾ കറാമത്തായിട്ട് അംഗീകരിക്കുന്നു, ഇൽഹാമിനെ കറാമത്തായി അംഗീകരിക്കുന്നു. അത് ഞങ്ങൾ പ്രമാണമാക്കാറില്ല എന്ന് മാത്രം. പ്രമാണമാക്കുന്നുണ്ട് എന്നുള്ള ജൽപ്പനം ഞങ്ങൾ മേൽ കൊടുത്തു വിടണ്ട. ഇത് പറയുന്നപ്പോ വേറെ ആരെങ്കിലും ആണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നൂറിശാദൂരിമത്തിന്റെ പേര് പറഞ്ഞു, നൂറിശാദങ്ങളുടെ പേര് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയണത്. ഇത് കേട്ടിട്ട് പൊതുജനങ്ങൾ വഞ്ചിക്കപ്പെടേണ്ട. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു വിഷയം ഇല്ല. ഇങ്ങനെയുള്ള കുറേ കാര്യം നമ്മളെ മേൽ, അതാണ് ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ത്വരീഖത്ത് പ്രസ്ഥാനം, ഷെയ്ഖുമാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങളിൽ ഞങ്ങൾ എന്ത് വ്യതിചലിച്ചോ? ഒരു കാര്യം ഹുസൈൻ സലഫി ആയാലും ആരായാലും ശരി, ഇതെല്ലാം ഗ്രന്ഥങ്ങളിലൂടെ എഴുതിവിടുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരായാലും ശരി, ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു തആലയുടെ കോടതിയിൽ നിങ്ങൾ വരേണ്ടി വരും. അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ എന്താണ് പ്രബോധനം ചെയ്തത്? ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പ്രബോധനം ചെയ്തത്. ഞാനിതൊന്നും പൊട്ടിഘോഷിക്കുന്ന ആളല്ല. പക്ഷേ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരല് ഞങ്ങൾക്ക് നിർബന്ധമാണ്. പിന്നെ പറയുന്ന രഹസ്യമായ ജ്ഞാനങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഈ എന്താ പറയാ, ഈ സനദുകളെ വിവരിക്കുന്നത് രഹസ്യജ്ഞാനം പഠിപ്പിക്കാനുള്ള ഒരു അടിത്തറയ്ക്കാണ്. അതിനല്ല സായിക. നിങ്ങൾക്ക് ഞാൻ പറയണത് ഇവർക്ക് ഇല്ലാത്തതൊക്കെ വേണം നിഷേധിക്കുക. എന്നിട്ട് അതിന് ജനങ്ങളുടെ മുന്നിൽ ഇവർ തെറ്റിദ്ധരിക്കുക ജനങ്ങളെ. ഇതൊന്നും അടിസ്ഥാനമല്ല എന്ന് പറയാനല്ല, അങ്ങനെയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനമാണ് സനദുകളെ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹു കാലത്തിന് ശേഷം ഹസൻ ബസ്രി എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ കുറെ ആളുകൾ അഖീദയിൽ നിന്ന്, ഈ സുന്നത്ത് ജമാഅത്ത് നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ അഖീദയിൽ നിന്നും വ്യതിരിച്ചു പോയിരുന്നു. മുഅ്തസിലിയാക്കള്, ഖവാരിജിയാക്കള്, റാഫിദിയാക്കള്, റൈവാനുകൾ. അതുകൊണ്ട് ജനങ്ങൾക്ക് വ്യക്തതയില്ലാതെ എല്ലാവരും പണ്ഡിതന്മാരാണ് എന്നുള്ള നിലക്ക് പോയിക്കൊണ്ട് എന്ത് ചെയ്യും, അവരിൽ നിന്നൊക്കെ ഇൽമ് അഖീദ പഠിക്കാൻ തുടങ്ങും. അപ്പൊ ആളുകൾ പിഴച്ചു പോകും. അപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മഹാന്മാരുണ്ടാക്കിയ ഒരു കാര്യമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിലകൊള്ളുന്ന ആളാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന് എല്ലാവരും പറയും. അദ്ദേഹത്തോട് സഹവസിച്ച ആളുകൾ ഇദ്ദേഹം എന്നിൽ നിന്ന് സഹവസിച്ച് അഖീദയുടെ വിശ്വാസത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സനദ് കൊടുക്കാൻ, സർട്ടിഫൈ ചെയ്യാൻ പറയും. അപ്പൊ എല്ലാവർക്കും എന്തായി വിശ്വാസമായ ഇനി ഇങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന് അഖീദുള്ള ആളുകളിൽ നിന്നും അവർ ഇജാസത്ത്, നിങ്ങൾ ഇൽമു ഇദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിച്ചുകൊള്ളീൻ എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് നിന്ന് മാത്രം നമ്മൾ ഇൽമു പഠിച്ചാൽ മതി. അപ്പൊ കുഴപ്പമില്ല. ഇങ്ങനെയാണ് സനദ് വരുന്നത്. അങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുടെ
ഹബീബ് അജ്മി റളിയല്ലാഹുവിനോട് നമ്മളിലേക്ക് ഇങ്ങനെ എത്തുന്നത് ഈ സനദ. അപ്പൊ ധൈര്യമായിട്ട് പിടിക്കുക സുന്നത്ത്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിന്നും വ്യതിചലിക്കാത്ത ആശയങ്ങൾ നമ്മൾക്ക് ഉണ്ടായത്. കിതാബുകളൊന്നും ഓതാത്തൊരു സാധാരണ മുരീദിന് പോലും അത് കിട്ടുന്നത് അതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞ് മുരീദന്മാർ ചോദിച്ചാൽ പറഞ്ഞു ഷെയ്ഖിന്റെ അടുത്തേക്ക് വന്നോളി. അത് സഹോദര, അത് ബാത്തുനിയക്കാരാണ്. സഹോദരൻ കിതാബും എടുത്ത് വായിച്ച് ബാത്തുനിയക്കാരുടെ അഖീദയാണ്. അവരോട് പറഞ്ഞു ഞങ്ങളെ മേൽക്ക് എന്തിനാ വെക്കുന്നത്? ഞങ്ങളൊരു മുരീദിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഖസുന്ദരായിട്ട് ഒരു കിതാബും മറിക്കാതെ ഓരോ ആശയം വിവരിച്ചു തരും. മുറാഖബ് എന്താണ്, മുഷാദ് എന്താണ് ഓരോ വിവരിച്ചു തരും. അത് നിഗൂഢതൊന്നല്ല മുറാഖബും മുഷാഹദൊന്നും, ഇസ്തിലാഹുകളാണ്. ഇന്ന് പറയാറുണ്ട് ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാരാണെങ്കിൽ അവര് പറയും ഷൂറ കൂടെ, ഇവര് പറയും ഹൽക്ക കൂടെ എന്ന് പറയും. പലതും ഹൽക്ക റസൂലുള്ളാഹിയുടെ കാലത്ത് ഹൽക്ക ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഇവര് ഹൽക്ക പറയുന്നത് ഇതിനല്ല. ഇങ്ങനെ പല സാങ്കേതിക പദങ്ങളും ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. അതൊന്നും ഇസ്ലാമിന് എതിരുമല്ല, ഹറാമുമല്ല. ഒരു വിഷയത്തിലെ വലിയൊരു ആശയത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി മറ്റുള്ളതിൽ നിന്നും വ്യതിരക്തമാക്കി ആശയത്തിൽ മാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു അറബി വാക്ക് പ്രയോഗിക്കും മുറാഖബ. അതായത് അല്ലാഹു തആല എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നിലനിർത്തിക്കൊണ്ടിരിക്കുക. മുഷാഹദ, അത് അല്ലാഹു തആല അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അല്ലാഹു തആല സിഫാത്തുകളുടെ തജല്ലി നൽകിക്കൊണ്ട് അല്ലാഹു തആല ഇവിടെ പ്രപഞ്ചത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഫിക്ർ, ജൽവത്ത് ജനങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അള്ളാഹുവിന്റെ ഓർമ്മയും നിലനിർത്തിക്കൊണ്ടിരിക്കുക. ഖൽവത്ത് തടിച്ചായിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഹദീസിലും ഖുർആനിലും പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ പേര് പറയുന്നത് അത് മറ്റുള്ളതിൽ നിന്നും വ്യതിരക്തമായിക്കൊണ്ട് പെട്ടെന്ന് ആശയം ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു ഇസ്തിലാഹ് പറഞ്ഞു, ഒരു സാങ്കേതിക വാക്ക് പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ ശൈഖിന്റെ അടുത്ത് അവർ പറഞ്ഞു തരും ആ വക ഒപ്പൊന്നും ത്വരീഖത്തിന്റെ അഹലുകാർക്കില്ല. ഉണ്ടെങ്കിൽ അങ്ങനത്തെ അഹലുകാരെ മാത്രം പ്രസംഗത്തിൽ പരാമർശിക്കും. ഇവരുടെ അഖീദ എങ്ങനെയാണ്? ഇത് കണ്ടില്ല, ഇത് തന്നെയാണ് സംഭവം. യാഥാർത്ഥ്യമല്ലാത്തതിനെ മഹാന്മാരായ പണ്ഡിതന്മാരെ, അല്ലാഹു തആല തൃപ്തിയിലായി ജീവിച്ചു മരിച്ച മഹാന്മാരെ പറ്റി ഇപ്പോഴും ഇവർ സിദ്ദീഖുകൾ, കാഫിറുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നത്തെ അവരുടെ എതിരാളികൾ ഇതുപോലെ പറഞ്ഞതുപോലെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കൂടുതലായി അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ നമ്മുടെ വിഷയങ്ങളിലേക്ക് കിടക്കുന്നു. ഞാൻ വിശ്വാസ കാര്യങ്ങളാണല്ലോ, അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രം. വിശ്വാസങ്ങൾ പറയുമ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം, പാപം ചെയ്ത ആള് എന്താവില്ല, കാഫിറാവില്ല. പാപം ചെയ്ത ആള് കാഫിറാവും. എന്തെങ്കിലും ചോദിക്കാനുണ്ട്? എന്താ ചോദിക്കാനുള്ളത്? അവൻ ചെയ്ത് കൊടുക്കാം. പൊതുവെ നമ്മളെ നാട്ടിൽ നടത്തി വരാറുള്ള, ഇസ്ലാമിന്റെ പേര് നടത്തി വരാറുള്ള ഈ നേർച്ചകൾ, അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ശരി, ഇരിക്കും. നേർച്ചയെ സംബന്ധിച്ച് ശരി, ഈ ഹുസൈൻ സലഫിയുടെ കാര്യം പറ്റി അത് ഓർമ്മ. നേർച്ചയെ സംബന്ധിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയുള്ള ആളുകൾ നേർച്ചയ്ക്ക് എതിരൊന്നല്ല. പക്ഷെ അതിൽ കുറച്ച് മനസ്സിലാക്കണം. ഇന്നിപ്പോ നേർച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന പല പരിപാടികളും, നേർച്ചയുടെ പേരിൽ അറിയപ്പെടുന്ന പല പരിപാടികളും കാണുന്നത് സാധാരണ ഹിന്ദുസിന്റെ പൂരത്തിലുള്ള പല കാര്യങ്ങളും. നമ്മൾ പറയുന്ന നേർച്ച എന്ന് പറഞ്ഞാൽ, അതായത് ഒരു മഹാനുഭാവൻ അദ്ദേഹത്തെ ആ ദിവസത്തിൽ, അദ്ദേഹം വഫാത്തായ ദിവസത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാം, അതിനുവേണ്ടി വേദികൾ ഒരുക്കാം, ദിക്റിന്റെ മജ്‌ലിസുകൾ ഒരുക്കാം, ദുആയുടെ മജ്‌ലിസുകൾ ഒരുക്കാം, നല്ല നല്ല കാര്യങ്ങൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ, പൊതുസേവനങ്ങൾ ചെയ്യാം. അതുപോലെ അന്നദാനം നടത്താം. അത് അവർക്ക് ഈസ്വാലെ സവാബ്, കാരണം നമ്മുടെ സുന്നി അഖീദ അനുസരിച്ചിട്ട് ഈസ്വാലെ സവാബ് ഇത് എത്തിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന്റെ സവാബ് അവരിലേക്ക് എത്തിക്കുക. അത് ഖബറിലേക്ക് എത്തും. അവരുടെ അമലുകളുടെ ഏടുകളിൽ ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? ഖബറുകളിലേക്കാണ് അത് അവർക്ക് അമലുകളുടെ ഏടുകളിലേക്ക് ഓരോരുത്തരും എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ജാരിയായ സദഖ, നാഫിയ, അങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്യുക.
അത് നിങ്ങൾ പിന്നീട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ ഏതായാലും ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നേർച്ച. അല്ലാതെ കാഴ്ച വരിക, പടക്കം പൊട്ടിക്കുക, ആനകളെ കൊണ്ടുവരിക, എന്താണെന്ന് നേർച്ചയിലില്ലാത്തത്? വ്യഭിചാരശാല നേർച്ചകളുടെ പേരിൽ നടത്തപ്പെടുന്നു, മദ്യശാപ നേർച്ചകളുടെ പേരിൽ തുറക്കപ്പെടുന്നു, ചൂതാട്ടം, ചൂതുകളി, എന്തും കിട്ടും ഇന്ന് ചില നേർച്ച സ്ഥലങ്ങളിൽ. പക്ഷെ അതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടോ ഒരനുവാദത്തോട് അല്ല, അത് മനസ്സിലാക്കി. ഈ ആനയെ കൊണ്ടുവരുന്നതൊക്കെ എന്താ? ശരിക്കും ഞാനൊക്കെ പഠിച്ചതിൽ ആനയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളെ അറിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുന്നേ കഅബ ശരീഫ് പൊളിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് കൂട്ടരും ആനയുമായിട്ടാണ്. അപ്പൊ നമ്മളുടെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ജീവിയായിട്ടാണ് നമ്മള് ആനയെ മനസ്സിലാക്കിയത്. പിന്നെ ആനയെ നമ്മൾ മനസ്സിലാക്കിയത് എവിടെയാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലൊക്കെ എതിർ കക്ഷിക്കാർ യുദ്ധത്തിന്റെ ടൈമിൽ നമ്മളോട് ഇസ്ലാം ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ ശത്രുപക്ഷക്കാരാണ് ആനയെ മാറ്റി വന്നിട്ടുള്ളത്. ഈ ആനയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരവ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നത്. അങ്ങനത്തെ ഒരു വരവില്ല. അത് ശരിക്കും ഹിന്ദുസിൽ നിന്ന് കടമെടുത്തത്. അങ്ങനെ പറഞ്ഞു കടമെടുത്തിട്ടുണ്ട്. അതൊന്നും സുന്നി ആശയം അല്ല. ഏതായാലും നമ്മൾ ശൈഖുമാര് അത് യോജിക്കുന്നില്ല. സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നത് കൊണ്ടുള്ള നേർച്ചകൾ നമ്മൾ ശൈഖുമാർ യോജിക്കുന്നില്ല. അതുപോലെ തന്നെ പള്ളികളുടെ മുന്നിൽ ചെണ്ട കൊട്ടുക, വെടിക്കെട്ട് പൊട്ടിക്കുക, ഇതൊന്നും പറ്റില്ല. അതൊക്കെ നിഷിദ്ധമാണ്. നമ്മൾ രൂക്ഷമായി വിമർശിക്കുന്നു. നേർച്ചകളുടെ പേരിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കൊട്ടിക്കലാശങ്ങളും ഇങ്ങനെയുള്ള പൂജകളും ഇങ്ങനെയുള്ള പൂരങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ട് വിമർശിക്കുന്നു, രൂക്ഷമായി വിമർശിക്കുന്നു. നമ്മൾ അതിന് എതിരാണ്. നമ്മളതിൽ പങ്കെടുക്കാൻ പാടില്ല. ശിക്ഷാർഹനാണ്. പങ്കെടുത്തിട്ടില്ല, ശിക്ഷാർഹനാണ്. ദേഷ്യം പിടിക്കുന്നുണ്ടോ? അല്ല, ഇത് മനസ്സിലാക്കണം. നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ഇന്ന് പൂരങ്ങളില് ഞങ്ങൾ ആൾക്കാർ പോയിട്ട് പങ്കെടുക്കുക. പിന്നാലെ ഒരു അമ്പലത്തിൽ നിന്ന്, ഞങ്ങളുടെ സ്കൂളിലെടുത്തൊരു അമ്പലത്തിൽ പൂരാണ്. അവിടെ അബൂബക്കറിന്റെ മകൻ അബ്ദുൾ റസാഖ് വക 2 വെടി. അത്ഭുതപ്പെട്ടു പോയി. എവിടേക്ക് എത്തി നമ്മള്? അബൂബക്കറിന്റെ മകൻ അബ്ദുൾ റസാഖ് വക 2 വെടി. എവിടെ? പൂരത്തില്. എവിടേക്ക് എത്തി? അപ്പൊ മറ്റൊരു വേണ്ട, അവർക്ക് തിരിച്ചു ചോദിക്കും. അതന്നെ ചോദിക്കണേ, എവിടേക്കെത്തി മുസ്ലിയാരെ? നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടല്ലേ? കൂടി പോയി പറഞ്ഞാൽ മതി. ഞങ്ങളിവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല, അത് ചെയ്തോട് പറഞ്ഞു. അങ്ങനെ ത്വരീഖത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദ് മുഹീദ്ദീൻ നൂരി ഷാ ജീലാനി അവരുടെ കുട്ടികളിൽ നിന്നും അത് കാണാൻ സാധിക്കില്ല. അങ്ങാടിയിൽ പോലും പോകില്ല. പൂരപ്പറമ്പിൽക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാം ആളുകൾ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചൂടെ അവിടെ കാഴ്ച വരുമ്പോ, ഇവിടുത്തെ പൂരം അമ്പലത്തിന്റെ കാഴ്ച വരുമ്പോ ഒരിക്കലും പാടില്ല മക്കളെ. വളരെ തെറ്റാണ്. നിങ്ങൾ ശിർക്കിനോട് സഹകരിക്കുകയാണ്. അത് തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ എന്തിനാണ് അതുകൊണ്ട് സന്തോഷിക്കേണ്ടത്? നമ്മൾ ശരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്കത് തടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് റൂമടച്ചുകൊണ്ട് പൊട്ടി ഖേദിച്ചുകൊണ്ട് കരയേണ്ടതാണ്. കാരണം നരകത്തിലേക്കല്ലേ ഇവർ പോകുന്നത്, ശിർക്കല്ലേ ചെയ്യുന്നത്. നമുക്കൊരിക്കലും അത് പങ്കെടുക്കാൻ പാടില്ല. ഏതാളുകളും തലകെട്ടുകാർ പങ്കെടുത്താലും ശരി, അവർ അതീതക്ക് എതിരെ ചെയ്തവരാണ്. അല്ലാതെ സുന്നികൾ അതിനനുകൂലമല്ല. അവരെതിരെ ചെയ്തു, അവർ സുന്നിയിൽ നിന്ന് പുറത്തു. അല്ല, സുന്നികൾ മൊത്തത്തിൽ നല്ല തക്കവയുള്ള പണ്ഡിതന്മാര്, സുന്നി പണ്ഡിതന്മാർ ഇതിനൊക്കെ വ്യക്തമായി വിമർശിക്കുന്നവരുണ്ട്. സഹകരിക്കുന്നവർ സൂക്ഷിക്കുക. ഈ പൂരങ്ങൾക്ക് സഹകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വിഷയമുണ്ട്. മതസൗഹാർദ്ദം എന്നുള്ള വിഷയത്തിൽ നമ്മൾ അന്യ മതം അവരോട് സഹവർത്തിത്വം എങ്ങനെയാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു തന്നിട്ട് ആ വിധത്തിലൊക്കെ നമ്മൾ ചെയ്യും. അല്ലാതെ അവിടെ പ്രശ്നം ഉണ്ടാകാൻ ഇപ്പോഴും ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റും? ഷിർക്ക് ചെയ്യാനോ ഷിർക്ക് സഹകരിക്കാനോ പാടില്ല. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കാം. ഷിർക്കിന്റെ വിഷയത്തിൽ നമ്മൾക്കൊരിക്കലും സഹകരിക്കാൻ പറ്റില്ല. മറ്റുള്ള കാര്യങ്ങൾ അയൽപക്ക മര്യാദകൾ നമ്മൾ ചെയ്യണം. മറ്റുള്ള പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. പക്ഷേ കാഴ്ചയുടെ കൂടെ പോകാൻ പറ്റില്ല. അവിടുന്ന് നേർച്ചയാക്കി തരുന്ന, അവര് നേർച്ചയാക്കി തരുന്ന ഭസ്മോ അല്ലെങ്കിൽ വല്ല പ്രസാദോ നമുക്ക് തന്നാൽ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
പറ്റൂല. അത് എങ്ങനെയാണ് ഇത് പറ്റുന്നത്? ശിർക്കിനെ അവരുടെ ഒരു വലിയൊരു ഭക്തി പോലെ ഒരു എന്താ പറയാ ഒരു ബർക്കത്ത് പോലെ ഉണ്ടാക്കുന്ന കാര്യം ശിർക്കിനെ ഉണ്ടായതാണ്. നമുക്ക് തിന്നാൻ പറ്റില്ല. ഞാൻ അഭിപ്രായക്കാരനാണ്, അത് ഞാൻ എവിടെ വ്യക്തമായിട്ട് പറയും. അതിനൊന്നും നമുക്ക് സഹകരിക്കാൻ പറ്റില്ല. അതുപോലെ നേർച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ആദർശങ്ങൾക്ക് അനുയോജ്യമായി ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഏത് മദ്ഹബുകാരാണെങ്കിൽ ആ മദ്ഹബ് അനുസരിച്ചിട്ട് നമുക്ക് നേർച്ച നടത്താം. അതിന് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഷിർക്കിനെ സംബന്ധിച്ച്. ഷിർക്ക് ഞാൻ പറഞ്ഞല്ലോ പാപങ്ങൾ. വേറെ വിഷയം, ഈ പാപങ്ങൾ പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു വാദമുണ്ട്, മഹാപാപം ചെയ്താൽ കാഫിറാണ് ആളുകൾ. അങ്ങനെ വിശ്വാസം നമ്മുടെ ശൈഖുമാരെ പഠിപ്പിച്ചു തന്നില്ല. സുന്നത്ത് ജമാഅത്തിന് അഖീദയില്ല. മഹാപാപം ചെയ്താൽ പാപിയാണ്. പാപം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈമാൻ എന്ത് ചെയ്യും? ഒരു കുട നമ്മുടെ മുകളിൽ വെക്കുന്നത് പോലെ അന്ന് നമ്മളിൽ നിന്ന് ഒന്ന് ഉയർന്നു നിൽക്കും. അതിന്റെ ശേഷം അത് ഇറങ്ങി വരും. ഈമാൻ ഒരിക്കലും അദ്ദേഹത്തിന് ഊരപ്പെടില്ല, പൂർണ്ണമായിട്ട് ഊരപ്പെടില്ല. ഈമാൻ വർദ്ധിക്കും, കുറയും. മഹാപാപം അത് ഞാൻ പറയാൻ കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ചില ആളുകൾ ഈ ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഉള്ള ആളുകളെ പറ്റിയിട്ട് അവരൊക്കെ കാഫിറായി മരിച്ചു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അവരെ പറയാൻ പാടില്ല. നമ്മൾ കാഫിറാവൂല. ആത്മഹത്യ വലിയൊരു പാപമാണ്, വലിയ പാപമാണ്. അതിന് വലിയ ഭീകരമായ ഭയാനകമായ ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെ സംബന്ധിച്ച് പിന്നെ വിഷയം. പക്ഷെ കാഫിറാവും. തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു തആല ഏതൊരു പാപമായാലും തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നസൂഹായ തൗബയായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് എന്നാൽ ഷിർക്ക് മഹാപാപമാണ്. പക്ഷെ ഷിർക്ക് തൗബ കിട്ടും. അത് അല്ലാഹു പുറത്തു തരില്ല. അതേ സ്ഥാനത്ത് ഷിർക്കിൽ നിന്നും പൂർണ്ണമായിട്ട് അയാൾ മാറി, അതിന്റെ സാഹചര്യങ്ങളിൽ നിന്നും മാറി അയാൾ കലിമ ചൊല്ലി എങ്കിൽ അല്ലാഹു പുറത്തു, എല്ലാം പുറത്തു. തൗബ ചെയ്യാതെ നിന്ന് മാറാതെ ഷിർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അല്ലാഹു തആല പുറത്തു. ഷിർക്ക് എന്തിനാണ് ഷിർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അസ്മാഇലോ മറ്റു വല്ലതിനെയും അല്ലെങ്കിൽ മറ്റു വല്ലവരെയും പങ്കുചേർക്കരുത്. അതായത് അല്ലാഹു തആലക്ക് അല്ലാഹുവിന്റെ ദാത്ത് പോലെ സ്വയം നിലനിൽക്കുന്ന, സ്വയം വജൂദ് കൊണ്ട് മൗജൂദായ ഒരു ദാത്ത് ഏതെങ്കിലും സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കരുതിയാൽ തന്നെ ശിർക്കാണ്. അതുപോലെ അള്ളാഹുവിന്റെ സിഫാത്ത്, കാമിലായ സിഫാത്ത് പോലുള്ള സിഫാത്ത് ഒരു സൃഷ്ടിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് കരുതുക. ഇത് നമ്മളെ ശൈഖുമാർ പഠിപ്പിക്കുക എന്നാ പറയുന്നത്. അത് ശൈഖുമാർക്കായാലും ഔലിയാക്കൾക്കായാലും അള്ളാഹുവിന്റെ റസൂലായാലും സ്വന്തമായിട്ട് അവർക്ക് കാമിലായ സിഫാത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ശിർക്കാണ്. സ്വന്തം അല്ലാതെ കാമിലായ സിഫാത്ത് ഉണ്ടോ? കാമിലായ സിഫാത്ത് അള്ളാഹ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെന്താ? സാധാരണ നിലയിലുള്ള പരിധി, സൃഷ്ടികൾക്ക് അല്ലാഹു തആല നൽകുന്ന പരിധി വിട്ടുകൊണ്ടും ചിലപ്പോൾ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് പലർക്കും ചില സിഫാത്തുകളുടെ ഒരു നിഴല്, ഒരു എന്താ പറയാ, ഒരു തജല്ലി അല്ലാഹു തആല കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ. അപ്പൊ അല്ലാഹു തആല അത് അവരുടേതല്ല, അതും ആരുടേതല്ല, അവരെ സ്വന്തമായി മനസ്സിലാക്കാൻ പാടില്ല. അതായത് ഔലിയാക്കളിലുള്ള കറാമത്തുകള് അവർ സ്വന്തമല്ല, അല്ലാഹു തആല നൽകിയത് തന്നെയാണ്. പക്ഷെ അങ്ങനെ നൽകിയിട്ടുണ്ട്, അതാണ് കറാമത്ത്. പിന്നെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ പോലെയുള്ള ഒരു പ്രവർത്തനം ഒരു സൃഷ്ടിക്കും ഇല്ല. അള്ളാഹുവിന്റെ പ്രവർത്തനം പോലെയുള്ള ഒരു സ്വയം ശക്തി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, പരിപൂർണമായ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടെന്ന് സ്വന്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ശിർക്കാണ്. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങളെ പോലുള്ള അസ്മാകളെ പോലെ അല്ലെങ്കിൽ ആസാർ എന്ന് പറയും, അങ്ങനത്തെ ഒരു നാമം ഏതെങ്കിലും സൃഷ്ടിക്കുണ്ട്, സ്വന്തമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ശിർക്കാണ്. ഇപ്പൊ എന്ത് ശിർക്കുന്നതിനെ പറയാ? അള്ളാഹുവിന്റെ ദാത്തിൽ, അതായത് അള്ളാഹിന്റെ ദാത്ത് എങ്ങനത്തതാണ്, അള്ളാഹിന്റെ സിഫാത്തുകൾ എങ്ങനെയാണ്, അള്ളാഹിന്റെ അഫ്ആലുകൾ എങ്ങനെയാണ്, അള്ളാഹിന്റെ അസ്മാകൾ എങ്ങനെയാണ്. ഇത് ചെറിയൊരു വശമാണ് ഞാൻ പറഞ്ഞത്. പരിപൂർണമായത്, എല്ലാറ്റിനും കഴിവുള്ളത് എന്നൊക്കെ പറഞ്ഞു. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരു സൃഷ്ടിക്കുണ്ടെന്ന് മനസ്സിലാക്കരുത്. പിന്നെ സൃഷ്ടിക്ക് ഇപ്പൊ ചെറുതുണ്ടെങ്കിൽ തന്നെ എന്താണ്, അത് സൃഷ്ടികളുടെ അല്ല, അല്ലാഹു തആല നൽകിയതാണ്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ശിർക്കാവില്ല.
അതല്ലാതെ വിളിച്ചത് കൊണ്ടൊന്നും ശിർക്കാവും. മരിച്ചുപോയ ഒരാളെ വിളിച്ചു ശിർക്കാവില്ല. ഇത് പറയാൻ കാരണം എന്താ? സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ്. ഖുർആനിൽ കാണാം ലാ തദഊ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിക്കാൻ പാടില്ല ചില ഭാഗത്ത് കാണാം. എന്നാൽ അതിലേറെ ആയത്തുകള് തഫ്സീർ ചെയ്യുമ്പോൾ മഹാന്മാർ അതിൽ ഉസൂലിൽ പറയാറുണ്ട്, ആദ്യമായ തഫ്സീർ ഖുർആൻ ഒരു ആയത്ത് തഫ്സീർ ചെയ്യേണ്ടത് ഖുർആനില് അതിനെ തഫ്സീർ ചെയ്ത് മറ്റുള്ള ആയത്തുകൾ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ടോ നോക്കണം. അതുണ്ടെങ്കിൽ അതുകൊണ്ട് തഫ്സീർ ചെയ്യണം. ഖുർആനിൽ വ്യക്തമായിട്ട് പല ഭാഗത്തായി അല്ലാഹു തആല പറഞ്ഞു ലാ തദഊ മിൻ ദൂനില്ലാഹി ഇലാഹൻ ആഖറ, ലാ തദഊ നിങ്ങൾ വിളിച്ചു പോകരുത് മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ ആരെയും വിളിച്ചു പോകരുത്, ഇലാഹൻ ആഖറ മറ്റൊരു ഇലാഹാക്കിക്കൊണ്ട് വിളിച്ചു പോകരുത്. അങ്ങനെ ഖുർആൻ തഫ്സീർ ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഇലാഹാക്കിക്കൊണ്ട് വിളിച്ചു പോകരുത്. ആ വിളിയാണ്. അതായത് ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക, അതാ ശിർക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പ്രകാരം ഇനി വിളിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹം ഉലൂഹിയത്തിൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അയാൾ മുശ്രിക്കാണ്, മുശ്രിക്കായി പോവുകയാണ്. അതിന് വിളിക്കണം നിർബന്ധം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഇല്ല. അങ്ങനെ ഒരു വാദില്ല. അയാൾ മനസ്സിൽ കരുതിയാൽ തന്നെ മുശ്രിക്കായി. അള്ളാഹുവിനെ പോലെ ഏതെങ്കിലും ഒരു ഗുണം, ഏതെങ്കിലും ഒരു പേരിൽ, ഏതെങ്കിലും ഒരു നാമം അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മുശ്രിക്. വിളിക്കണമെന്നില്ല. പിന്നെ ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തിൽ ഖുർആൻ പറയുന്നത് മൊത്തം മുത്തലഖായിട്ട് ഖുർആൻ പറയുന്നത്. ഖുർആന് മരിച്ചതിന് ശേഷം അങ്ങനെ ഒന്നല്ല. ഖുർആൻ ആയത്തെടുത്ത് നോക്കി നിങ്ങൾ വിളിച്ചു പോകരുത് അള്ളാഹിനെ കൂടാതെ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ വിളിക്കുന്നില്ലേ? മറ്റവരോട് ജീവിച്ചിരിക്കുന്നവർ വിളിക്കുന്നില്ല. അപ്പൊ പിന്നെ അവിടെ എന്താ? അപ്പൊ ഖുർആന് മരിച്ചവര് ജീവിച്ചിരിക്കുന്നവരൊന്നുമില്ല. അവിടെ ഇലാഹാക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവരെയും വിളിക്കാൻ പാടില്ല. വിളിക്കാൻ പാടില്ല. ബഹുദൈവാരാധന ശിർക്ക്. ബഹുദൈവാരാധന പാടില്ല, ശിർക്കാണ്, മഹാപാപം. ജീവിച്ചിരിക്കുന്ന ആൾദൈവങ്ങളെയും വിളിക്കാൻ പറ്റില്ല, ദൈവമാക്കി കരുതിയവരെ വിളിക്കാൻ പറ്റില്ല. ഇലാഹാക്കിക്കൊണ്ട് ഒരാളെയും ജീവിച്ചിരിക്കുന്നവരെ വിളിക്കാൻ പാടില്ല, മരിച്ചവരെയും വിളിക്കാൻ പാടില്ല. ഇലാഹാക്കുന്ന വിഷയത്തിലാണ് ഇവിടെ വിഷയം. പിന്നെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്തല്ല, ആ ആള് കല്ലും മണ്ണ് പോലെ ആയിപ്പോയി എന്നുള്ള അഖീദ സുന്നത്ത് ജമാഅത്തിന് ഇല്ല. ആൾ എവിടെ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടാണ്. അപ്പോൾ ആത്മാവിന് ജീവനുണ്ട്, ആത്മാവിന് കാണാൻ പറ്റുന്നുണ്ട്, ആത്മാവിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലേ? ആത്മാവിന് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ നേരെ കാണും പോലെ ആയിരിക്കണം, മുഖാത്തബായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ ആയിരിക്കണം, സലാം ചെല്ലുന്നത് പോലെ ആയിരിക്കണം മരിച്ചവരോട് സലാം ചെല്ലേണ്ടത്. അല്ലാഹു റസൂൽ അല്ലെ കല്ലും മണ്ണിനോടും സലാം പറഞ്ഞ അല്ലാഹു റസൂൽ പറയും. യുക്തിക്ക് രഹിതമായിട്ട് അല്ലാഹു റസൂൽ പറയില്ല. മാത്രമല്ല ബുഖാരിയിലൊക്കെ കാണാം, ഒരു മയ്യത്തിനെ കബറടക്കി കഴിഞ്ഞാൽ ആ മയ്യത്ത് കേൾക്കും ഇവരെ കബറടക്കി ദഫനൊക്കെ ചെയ്തു പോകുന്ന ആളുകളുടെ കാൽ ചുവടുകളുടെ ശബ്ദം ആ മയ്യത്ത് കേൾക്കും. ബുഖാരി കാണാം. അപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ സാധാരണ കല്ലുമണ്ണ് പോലെ ആവണമെന്നില്ല സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച്. അപ്പൊ ഈ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഏത് അർത്ഥത്തിലാണോ ആ അർത്ഥം എല്ലായിടത്തും സമം. അതായത് ഇലാഹാക്കി കൊണ്ട് വിളിക്കാൻ പാടില്ല. അപ്പൊ വിളിച്ചത് കൊണ്ടൊന്നും ഉണ്ടാവില്ല, ശിർക്കാവില്ല, അള്ളാഹു പങ്കു ചേർത്ത ശിർക്ക. അത് ഏത് ഷെയ്ഖുമാരായാലും ഏത് റസൂലായാലും അള്ളാഹിനെ പോലെ ദാത്തോ സിഫാത്തോ അഫാലോ ആധാറോ അല്ലെങ്കിൽ അസ്മാഹോ ഉണ്ട് എന്ന് മനസ്സിലാക്കി ശിർക്ക്. ഓക്കെ, അതാണ് നമ്മുടെ അഖീദ ശിർക്കിനെ സംബന്ധിച്ചുള്ള. ഇത്രയൊക്കെ മനസ്സിലാക്കുക. പിന്നെ കൂടുതൽ മനസ്സിലാക്കാനുള്ളവർ വന്ന് ശരിക്ക് അത് നല്ല ഫ്രീ ആയ ടൈമിൽ വന്നുകൊണ്ട്, അതായത് നിങ്ങളുടെ ബ്രെയിന് നല്ല ഫ്രീ ആയ ടൈമിൽ വന്നുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക. ഞാനിതിപ്പോ നെസ് വെച്ചിട്ടാണ് പറഞ്ഞത്, ഖുർആനെ നെസ് വെച്ചിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു ശിർക്ക് പുതുതായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത ശിർക്ക് നമ്മൾക്ക് പാടില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ച ശിർക്കാണ്. നമ്മൾ പുതുതായി ശിർക്കൊന്നും കൂടുതൽ തൗഹീദ് ഉണ്ടാവട്ടെ ശിർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ മഹാപാപങ്ങൾ എന്നല്ല, മഹാപാപം ചെയ്ത ആള് കാഫിറാവില്ല എന്നുള്ള വിശ്വാസം. രണ്ടാമത്തേത് പറയാനുള്ളത് കൊലപാതകം. അതും ഇങ്ങനെ കേൾക്ക ചില ആളുകൾ അത് ഹിന്ദുസിൽ നിന്ന് കടമെടുത്തിട്ട് വരുന്നതാണ്.